നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചില നക്ഷത്ര ജാതകർക്ക് 2025 മാർച്ച് 11 കഴിയുന്നതോടുകൂടി തന്നെ നല്ല കാലം തുടങ്ങുന്ന സമയമാണ്. ഇവർക്ക് ഇവരുടെ തലവര മാറുക തന്നെ ചെയ്യുന്ന സമയം. ജ്യോതിശാസ്ത്ര പ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളുമാണ് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. വളരെയധികം മാറ്റങ്ങൾ ഈ സമയം ഈ നക്ഷത്ര ജാതകരെ തേടി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റിൽ രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങൾ ഈ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. അപ്പം ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ഉറപ്പായും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളും നല്ല സമയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ്. ഇവർക്കിനിയുള്ള സമയങ്ങളിൽ, അതായത് 2025 മാർച്ച് 11 കഴിയുന്നതോടുകൂടി തന്നെ നല്ല സമയം തെളിയുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി പുരോഗതികളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക. കുടുംബസമേതം ഉറപ്പായും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ സമയം നടക്കുന്നതായിരിക്കും. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയം തുടങ്ങുന്ന സമയമാണ്. വ്യാപാര മേഖലയിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. സംരംഭങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം കഴിയുന്നതായിരിക്കും. വിദേശത്തേക്കൊക്കെ പോകുവാൻ കഴിയുന്ന സമയമാണ്. വളരെയേറെ മികച്ച മാറ്റങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. ഉറപ്പായും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധമായ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ സമയം നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രമായിട്ട് പിറന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്ത് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. കുടുംബൈശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ്. ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും അകന്ന് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാന് കടുംബായിസ നേർച്ച നേരുക. ഉറപ്പായും ജീവിതത്തിലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും ഭാഗ്യം തുണയ്ക്കുവാനും കാരണമായി തീരുന്നതാണ്. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്ര ജാതകരാണ്. സന്താന സൗഭാഗ്യം ഉള്ള നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കിനിയുള്ള സമയങ്ങളിൽ നല്ല കാലഘട്ടമാണ് തുടങ്ങുന്നത്. ഈ സമയങ്ങളിൽ നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. അത് സർക്കാർ സർവീസുകളിലാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റു മേഖലകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളെ തേടി വരുന്ന സമയമാണ്. വിദേശത്തേക്കൊക്കെ പോകുവാൻ നിൽക്കുന്നവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളും സങ്കടങ്ങളും മാനസിക ടെൻഷനുകൾ വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. ഒരുപാട് ഭയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ ഭയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ സർപ്പകാവുകളിൽ പോയി 100 പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അകന്നു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം നേർച്ച നേരുക. ഉറപ്പായും ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുവാൻ കാരണമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി മാറ്റവും ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും കാര്യവിജയത്തിൻ്റെയും ഉയർച്ചയുടെയും നല്ല സമയമാണ് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് ധാരാളം മാറ്റവും നേട്ടവും ജീവിതത്തിൽ ഉയർച്ചയും
സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം തെളിയുന്നതായിരിക്കും. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ ഈശ്വര കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തെ വിളക്ക് തെളിയിക്കുക. രാവിലെയും വൈകുന്നേരവും കുളിച്ച് വൃത്തിയായി കുടുംബത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ വലിയ തോതിലുള്ള ഈശ്വര അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും വന്നു ചേരുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള മുടക്കം നിങ്ങൾ വരുത്താതിരിക്കുക. ഈശ്വര പ്രീതികരമായിട്ടുള്ള ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അടുത്ത പൂയം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർ. ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യുന്ന സമയമാണ്. നല്ല കാലം തുടങ്ങുകയാണ്. ഈ സമയം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാർക്ക് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുക. ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. വൃദ്ധങ്ങൾ അനുഷ്ഠിക്കുക. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളും പൂയം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും അകലുന്ന സമയമാണ്. നല്ല സമയമാണ് നിങ്ങൾക്ക്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്ന ഈ കാലഘട്ടം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ വാഹനങ്ങളിൽ നല്ല യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക്. കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. അധികാര മേഖലകളിൽ നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിക്കുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളും സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്ന സമയമൊക്കെയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ ചിത്തിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സൗഭാഗ്യ കാലഘട്ടങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് തുറക്കാൻ പോകുന്നത് വലിയ സമ്പന്നതയുടെ ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ധന ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്തായിരിക്കും. എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം കഴിയുന്നതായിരിക്കും. അത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ 2025 മാർച്ച് 11 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. പൂർണ്ണതും സർവേശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഉയർച്ചകൾ കൊണ്ടുവരുന്നതായിരിക്കും. കുടുംബത്തിൽ ദിനം പ്രതി ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുടുംബസമേതം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ സുവർണ്ണ കാലഘട്ടങ്ങളെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. തകർച്ചയിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ഉയർച്ചയിലേക്ക് കുതിച്ചു ഉയരുക തന്നെ ചെയ്യുന്നതായിരിക്കും.